വെൽഫെയർ പാർട്ടിയുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് KS നിസാർ നമ്മുടെ ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി മാഗ്ലിൻ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ, പ്രേമാജി പിഷാരടി, MK അസ്ലം, FITU മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരായ നേതാക്കളെ, പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെയും നേതാക്കളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ചാവക്കാട് ബീച്ചിൽ മത്സ്യച്ചങ്ങലയായി തുടക്കം കുറിച്ച ഈ ജാഥ നിരവധിയായ ആളുകളോട് സംസാരിച്ചുകൊണ്ടും സംവദിച്ചുകൊണ്ടുമാണ് ഈ പ്രതിഷേധ സംഗമത്തിലൂടെ ഈ സമാപന പരിപാടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളെ തീരമേഖലയിൽ നിന്ന് കുടിയിറക്കാൻ തീരുമാനിച്ച സംഘപരിവാറിൻ്റെയും കോർപ്പറേറ്റുകളുടെയും അജണ്ടക്കെതിരായ പ്രക്ഷോഭത്തിൽ ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തീരമേഖലകളിലൊക്കെ അണിചേരുന്ന മുഴുവൻ പോരാളികളെയും ഓർമ്മിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യ രാജ്യം കടന്നു പോകുന്നത് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ്. രാജ്യത്ത് ഭരണം നടത്തുന്നത് RSSന്റെ നിയന്ത്രണത്തിലുള്ള BJP ആണ്. അവര് രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്. ഒരു രാജ്യത്തിൻ്റെ ശത്രുക്കൾ രാജ്യം ഭരിക്കുന്നു എന്നതാണ് ഈ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. RSS ഇന്ത്യയുടെ ശത്രുവായത് ഭരണം കിട്ടിയ കാലം 2014 ശേഷമല്ല, മറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന കാലം മുതൽക്കാണ്. അന്നവര് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കൂടെയായിരുന്നു. അതവരുടെ ജന്മസ്വഭാവമാണ്. ഇന്നിപ്പോൾ അവർ ഇന്ത്യയിലെ കുത്തകകളുടെയും ലോകത്തിലെ കുത്തകകളുടെയും കൂടെയാണ്. അത്തരമൊരു ഭരണകൂടം രാജ്യം ഭരിക്കുമ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്ന എല്ലാ ദുരന്തങ്ങളുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായി ഇതൊരു വംശീയ ഭരണകൂടമാണ്. വംശീയ ഭരണകൂടത്തിന്റെ മുമ്പിൽ ശത്രുക്കളായുള്ളത് ഒന്നാമത്തെ അവരുടെ പ്രഖ്യാപിത ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ശത്രു മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ്. അതിനുവേണ്ടിയാണ് RSS ഏറ്റവും കൂടുതൽ നിയമമുണ്ടാക്കിയിട്ട് BJP ഗവൺമെന്റിനെ കൊണ്ട് പാസാക്കിയെടുക്കുക. പൗരത്വ നിയമ ഭേദഗതി മുതൽ ഇപ്പോൾ ചർച്ചയാകുന്ന വഖഫ് നിയമ ഭേദഗതിയും ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡുമെല്ലാം അതിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും RSSന്റെ ശത്രു മുസ്ലിങ്ങൾ മാത്രമാണെന്ന്. അപ്പോഴാണ് മണിപ്പൂരിന്റെ തേങ്ങലുകൾ നമ്മുടെ മുമ്പിലേക്ക് വരിക. രാജ്യത്ത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ദേവാലയങ്ങളുടെ കണക്ക് വരിക. അപ്പൊ നമ്മൾ മനസ്സിലാക്കും, ക്രിസ്ത്യാനികളെയും അവരുന്മൂലനം ചെയ്യും. അത് ബെഞ്ച് ഓഫ് തോട്ടിൽ എണ്ണി പറഞ്ഞതാണ്. പിന്നീട് അവർ ആദിവാസികൾക്കെതിരെയും ദളിതുകൾക്കെതിരെയും വരും. കാരണം RSSന്റെ പദ്ധതി ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ പദ്ധതിയാണ്. മനുസ്മൃതിയാണ് അവരുടെ ബേസ്. ആ കാഴ്ചപ്പാടിൽ ഇവിടുത്തെ ദളിതനും പിന്നോക്കക്കാരനും ആദിവാസിയും ചാതുർവർണ്ണത്തിന്റെ നൂലാമാലകളിൽ പെട്ടുകൊണ്ട് ജാതീയതയുടെ ദൂരതീരങ്ങളിൽ ആട്ടിയകറ്റപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ജനലക്ഷങ്ങൾ
അവർ മനുഷ്യരേ അല്ല. അവരെ കൊല്ലലും അവരുടെ വാസസ്ഥലങ്ങൾ തീയിട്ട് കരിക്കലും ബുൾഡോസർ കൊണ്ട് തകർത്തെറിയലും RSSന്റെ പ്രഖ്യാപിത പദ്ധതിയാണ്. അത് BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ അവരുടെ ശത്രു ഇന്ത്യയിലെ തൊഴിലാളികളാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും നല്ല തൊഴിൽ നിയമമുള്ള രാജ്യം ഇന്ത്യയാണ്. ആ നിയമങ്ങള് ഇല്ലാതാക്കാൻ വേണ്ടി ലേബർ കോഡ് ഉണ്ടാക്കിയിട്ട് തൊഴിലാളികളെ അവർ രാജ്യത്ത് അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തൊഴിലാളികളെ കണ്ടുകൂടാത്ത, ചാതുർവർണ്ണം തന്നെ തൊഴിലിന്റെ പേരിൽ പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളോട് അനീതി ചെയ്യുന്ന വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയാണ്. അഥവാ തൊഴിലാളികളെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ തുടർച്ചയാണ് BJPയുടെ ഭരണം. അതുകൊണ്ട് അവർ തൊഴിലാളികളെ ഇല്ലായ്മ ചെയ്യും. പിന്നെയുള്ളത് ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരായ തീരദേശവാസികളുമാണ്. കേരളത്തിൽ മാത്രം 10 ലക്ഷം കുടുംബങ്ങളിലധികം ആണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. അവർ ചില്ലറക്കാരല്ല. ഇന്ത്യയുടെ വിദേശ നാണ്യം നേടിത്തരുന്ന ഏറ്റവും ശ്രദ്ധേയമായ മത്സ്യ കയറ്റുമതി ഉൾപ്പെടെയുള്ളതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നവർ. അതിൽ 25% കേരളത്തിന്റെ തീരദേശ മേഖല സംഭാവന ചെയ്യുന്നതാണ്. അവർ ഈ രാജ്യത്തിന്റെ ഏറ്റവും കാതലായ കരുത്തുള്ള ജനവിഭാഗമാണ്. അവരെ ആർക്കും കണ്ടുകൂടാ. കേന്ദ്ര ഗവൺമെന്റിന് മാത്രമല്ല, കേരള ഗവൺമെന്റിനും അവരെ കണ്ടാൽ അരിശം പിടിക്കും. നല്ല വർത്താനൊക്കെ അടുക്ക് പറയും, ഇവര് മാലാഖമാരാണ് എന്നൊക്കെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പറയും. പക്ഷേ നിയമനിർമ്മാണങ്ങളിലൂടെ, പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ, കേരളത്തിന്റെ തീരമേഖലയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ആട്ടിയോടിക്കുന്നവരാണ് കേരളത്തിലെയും രാജ്യത്തിലെയും ഗവൺമെന്റ്. നമ്മളിപ്പോൾ ഇവിടെ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് തീരദേശ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി കടലിൽ നിന്നും ആഴക്കടലിൽ നിന്നുൾപ്പെടെ മണൽ ഖനനം ചെയ്യുന്ന സ്വദേശ വിദേശ കുത്തകകൾക്കെതിരായ പോരാട്ടവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സാധാരണ ഈ പോരാട്ടങ്ങളൊക്കെ വെൽഫെയർ പാർട്ടിയും പിന്നെ മാഗ്ലിൻ ചേച്ചിയുടെ പോലുള്ള സംഘടനകളൊക്കെയാണ് ഏറ്റെടുക്കാറ്. അപ്പൊ നമ്മളെ കുറിച്ച് ഇവരെല്ലാവരും പറയും, ഇവര് വികസന വിരുദ്ധരും പിന്തിരിപ്പന്മാരുമാണെന്നൊക്കെ. പക്ഷെ ഈ സമരത്തിന്റെ പ്രത്യേകത, ഇതേതായാലും ഏറ്റെടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ഏറ്റെടുത്ത സമരാണിത്. അതുകൊണ്ട് നമുക്കൊരു ഭയമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഈ സമരം കേരളത്തിന്റെ സമരമായി മാറുമെന്ന പ്രതീക്ഷയാണ്. ഭയം എന്താന്ന് ചോദിച്ചാൽ, ഇവർ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് സമരം നടത്തി പിന്നിലൂടെ കച്ചവട സമരത്തെ ഒറ്റുകൊടുത്ത് ഇതിനെ തകർത്തു കളയുമോ എന്ന ഭയവും നമ്മുടെ മുമ്പിലുണ്ട്. അത് അനുഭവം കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ ജനകീയ സമര പോരാട്ട ഭൂമികയിൽ ഒരു ഘട്ടത്തിൽ CPM ഉണ്ടായിരുന്നു. വെൽഫെയർ പാർട്ടി നോ BOT നോ ടോൾ എന്ന് പറഞ്ഞുകൊണ്ട് ടോളിനെതിരായ സമരം നടത്തുമ്പോൾ ചുങ്കപ്പാത അനുവദിക്കൂല്ല എന്ന് പറഞ്ഞിട്ട് CPM ഉണ്ടായിരുന്നു. ഗെയിലിന്റെ വിനാശ പദ്ധതിക്കെതിരെ സമരം നടത്തുമ്പോൾ ഇന്നത്തെ വ്യവസായ മന്ത്രി P. രാജീവ് കൂടെയുണ്ടായിരുന്നു സമരപ്രക്ഷോഭത്തിന്റെ ഉദ്ഘാടകനായിട്ട്. പക്ഷെ അതൊക്കെ അവർ മറന്നു. കാരണം ഭരണത്തിലൂടെ അവരെത്തുന്നത് കുത്തക മുതലാളിത്തത്തിന്റെ നയനിലപാടുകൾ നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്കാണ്. അതുകൊണ്ടാണ് പലതും കേരളത്തിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. കിഫ്ബിയുടെ ടോളിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. കിഫ്ബി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വികസനത്തിന് വേണ്ടി പ്രത്യേകം ഫണ്ട് തയ്യാറാക്കുന്ന, അത് പ്രയോജനപ്പെടുത്താനുള്ള ഏജൻസി. അവരാ റോഡ് നിർമ്മിക്കുക, അവരാ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുക,
അവരാണ് ഹോസ്പിറ്റലിന്റെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുക. ഇപ്പം പറയാണ് ടോൾ ഉണ്ടാക്കും. അപ്പൊ മുഖ്യമന്ത്രി തിരുത്തി, ടോൾ അല്ല പിരിക്കാൻ പോകുന്നത്, യൂസേജ് ഫീ ആണ്. CPM-കാരുടെ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ നിങ്ങൾക്കത് പറയാം. യൂസേജ് ഫീയും ടോളും തിരിച്ചറിയാൻ കഴിയുന്ന ബുദ്ധി കേരളത്തിനുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് തുടങ്ങിയ ഘട്ടത്തിൽ ഇതിന് ടോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. പകരം ഇന്ധന സെസ് പിരിക്കും. അതോടൊപ്പം തന്നെ റോഡ് ടാക്സിന്റെ നിശ്ചിത വിഹിതം ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ പറയുന്നത് ടോൾ പിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രിയോട് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ കിഫ്ബി പദ്ധതി കേരളത്തിൽ ആരംഭിച്ച ശേഷം ഇന്ധന സെസ്സിലൂടെയും റോഡ് ടാക്സ് വിഹിതത്തിലും എത്രയാണ് കിട്ടിയത് എന്ന് പരസ്യമായി കേരളത്തോട് പ്രഖ്യാപിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും കേരളത്തിന്റെ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാൻ വെൽഫെയർ പാർട്ടി സമ്മതിക്കില്ല എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ തന്നെ ടോളിന്റെ പ്രതിസന്ധിയിലാണ് നമ്മൾ. ദേശീയപാതയിൽ ടോൾ, കേരളത്തിലെ മുഴുവൻ റോഡുകളിലും ടോൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ടോൾ സംസ്ഥാനമായി കേരളം മാറും. പുറത്തേക്ക് ഇറങ്ങിയാൽ ടോൾ കൊള്ളക്കാരുടെ കൈകളിൽ കേരളത്തിലെ മുഴുവൻ യാത്രാവാഹനങ്ങളും എത്തിപ്പെടുന്ന അവസ്ഥ വരും. അതുകൊണ്ടാണ് കിഫ്ബി റോഡുകളിൽ ടോൾ ഒഴിവാക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ദേശീയപാതയും ചുങ്കപ്പാതയാകുന്നത് അനുവദിക്കരുത് എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. ഞാൻ സൂചിപ്പിക്കുന്നത് കോർപ്പറേറ്റ് നയങ്ങളിലേക്ക് ഗവൺമെന്റുകൾ പോകുകയാണ്. ഇപ്പോൾ ഇതാ കേരളത്തിലെ തീരദേശ മേഖലയെ ഭീതിയിലേക്ക് എടുത്തെറിഞ്ഞുകൊണ്ട് വലിയ അളവിൽ തീരദേശ മേഖലകളിൽ നിന്ന്, തീരദേശ കടലിൽ നിന്ന് മണൽ ഖനനം ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം നടക്കുകയാണ്. കുറെ കാലമായി ഇതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ബ്ലൂ എക്കണോമി എന്ന പേരിൽ, നീല സാമ്പത്തിക വ്യവസ്ഥ എന്ന പേരിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചവര് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു എന്തോ ഒരു പുതുമുള്ള വർത്താന പറയുന്നത്, മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ വലിയ നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന്. അതിനുവേണ്ടി തീരദേശ മേഖലയിൽ റോഡൊക്കെ ഉണ്ടാകുക. റോഡ് തീരദേശ മേഖലയിൽ ഉണ്ടാകുമ്പോൾ, തീരദേശ ഹൈവേ വരുമ്പോൾ ഇവര് പറയാറുണ്ട്, ഞങ്ങൾ ചോദിച്ചു പലപ്പോഴും, ദേശീയപാത വികസിക്കുന്നു, മലയോര ഹൈവേ വരുന്നു, പിന്നെ എന്തിനാണ് തീരദേശത്തെ റോഡ് എന്ന് ചോദിക്കുമ്പോഴൊക്കെ കേരളത്തിന്റെ റോഡ് സംവിധാനങ്ങളെ കുറിച്ച് കൈകാര്യം ചെയ്യുന്ന PWDക്കാർ പറയാറുണ്ട്, അത് കണ്ടെയ്നറിന് പോകാനുള്ളതാണെന്ന്. നമുക്കപ്പോ ഒന്നും മനസ്സിലായില്ല, ഇത് എന്താണ് ഇപ്പൊ ഈ കണ്ടെയ്നർ. ചിലരൊക്കെ വിചാരിച്ചു അത് ഹാർബറുകളിൽ നിന്ന് മീനുമായി കണ്ടെയ്നറുകളെ കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള പദ്ധതിയായിരിക്കുമെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. ഇത് ഈ കണ്ടെയ്നറുകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ കടലിൽ നിന്ന് ഖനനം ചെയ്യുന്ന മണൽ കടത്തി കൊണ്ടുപോകാനുള്ള കണ്ടെയ്നർ കൂടിയാണ് തീരദേശ ഹൈവേയിലൂടെ വരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിശദാംശങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിന്റെ തീരദേശം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മേഖല കൂടിയാണ്. അവിടുന്നവരെ ഓടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികളുണ്ട്. ഒരു പദ്ധതിയുടെ പേര് പുനർഗേഹം എന്നാണ്. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ കൊടുക്കും, അത് വാങ്ങിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതത്തിന്റെ കുറ്റിയും പറിച്ച് തീരദേശത്ത് നിന്ന് പോയിക്കൊള്ളണം എന്ന് പറയുന്ന പദ്ധതിയാണത്. അങ്ങനെ അവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരദേശ ഹൈവേ മത്സ്യത്തൊഴിലാളികളെ കടൽ മേഖലയിൽ നിന്ന്, കടൽ തീരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. അതോടൊപ്പം തീര സൗന്ദര്യവൽക്കരണവും ടൂറിസം പദ്ധതിയും മറ്റുമൊക്കെയായിട്ട് നിരവധി പദ്ധതികളുണ്ട്. ഇങ്ങനെ കേരളത്തിലെ തീരദേശ മേഖലകളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ തീരമേഖലകളെ 10 ബ്ലോക്കുകളായി തിരിച്ചുകൊണ്ടാണ്
തീവ്രമായ ഈ മണലെടുപ്പിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഫസ്റ്റിൽ ഇത് ആരംഭിക്കുന്ന ബ്ലോക്ക് അങ്ങ് കൊല്ലം മേഖലയിലാണ്. അവിടെ വിദേശ കപ്പലുകൾ വന്നു കഴിഞ്ഞു, പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു, അതിനുവേണ്ടി ടെൻഡറുകൾ വിളിച്ചു കഴിഞ്ഞു. അദാനി അംബാനി ഉൾപ്പെടെയുള്ള വിദേശ സ്വദേശ കമ്പനികൾ മണലൂറ്റിന് വേണ്ടി എല്ലാ പദ്ധതിയും ഒരുക്കി കാത്തിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ വരാൻ പോകുന്നത് ചാവക്കാട് പൊന്നാനി മേഖലകളിലേക്കാണ്. എത്ര ടണ്ണ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തുനിന്ന് എടുക്കാൻ പോകുന്നത് 10 കോടി ടൺ. നമ്മുടെ ഈ മേഖലയിലേക്ക് വരാൻ പോകുന്നത് 74.5 കോടി ടൺ. ഇത് എത്ര ആഴത്തിലാന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല. കേരളത്തിലെ മത്സ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കേരള നിയമസഭയിൽ പറഞ്ഞത് ഈ ഖനനം ആരംഭിച്ചു കഴിഞ്ഞാൽ കടലിന്റെ ആഴിയിലുള്ള മാരകമായ രാസവസ്തുക്കൾ വരെ പുറത്തേക്ക് വരും. കടൽ ജീവികൾ സമ്പൂർണമായി നശിക്കും. 800-ലധികം വരുന്ന വിവിധ ഇനത്തിൽപ്പെടുന്ന മത്സ്യങ്ങൾ, 500-ലധികം വരുന്ന ജീവികൾ. ഇതൊക്കെ നമ്മൾ പറയുന്നല്ല. സാധാരണ വെൽഫെയർ പാർട്ടിയെ കുറിച്ചും കുറെ ആളുകളെ കുറിച്ചും ഇങ്ങനെ കുറെ പരിസ്ഥിതി മൗലികവാദികളുണ്ട്, അവരിങ്ങനെ പലതും പറയും എന്നൊക്കെ പറഞ്ഞ് CPM-കാർ കേരളത്തിന്റെ തെരുവിൽ പ്രസംഗിക്കാറുണ്ട്. ഇത് പറയുന്നത് കേരള നിയമസഭയിൽ പ്രിയപ്പെട്ട മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ഈ പദ്ധതി വന്നാൽ കേരളത്തിന്റെ കടൽ സമ്പൂർണമായി ഇല്ലായതാകും, മത്സ്യബന്ധനം അവസാനിക്കും, തീരദേശ മേഖല സമ്പൂർണമായി കടലെടുത്തു പോകും എന്നാ പറയുന്നത്. ഇപ്പൊ പുനർഗേഹം പദ്ധതി നിർത്തിവെച്ചു. പ്രിയപ്പെട്ട മാഗ്ലിനോട് ചോദിച്ചപ്പോ പറഞ്ഞത് ഇനി പുനർഗേഹത്തിന്റെ പദ്ധതിയൊന്നും വേണ്ട, എല്ലാ വീടും തകർന്ന് മത്സ്യത്തൊഴിലാളികൾ വഴിയാധാരമാകാൻ പോകുന്ന പദ്ധതിയാണ് ഈ കടൽ മണൽ ഖനനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊന്നാനിയെയും ചാവക്കാടിനെയും പ്രത്യേകമായി ഇവർ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ കുറച്ചു മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. വലിയ സമരം ഉണ്ടായപ്പോൾ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികൾക്കാണ് ആദ്യം കൊടുക്കുന്നതെങ്കിൽ തുടർന്ന് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് FDI വരാൻ പോകുകയാണ്. ഈ സ്വഭാവത്തിൽ ഇതിന്റെ ഭവിഷ്യത്ത് വളരെ കൃത്യമായി കേരളത്തിന്റെ നിയമസഭയിൽ വിശദീകരിക്കപ്പെട്ടതാണ്. ആ വിശദീകരണം തന്നെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി തീരദേശ മേഖലയിലെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഈ പ്രക്ഷോഭം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ തീരം നമ്മുടെ കയ്യിലുണ്ടാവില്ല. തീരം ഈ കമ്പനികൾക്ക് കൊടുക്കുക. എത്ര കൊല്ലത്തേക്ക്? ഇപ്പോൾ അതിൽ പറയുന്നത് 50 കൊല്ലത്തേക്ക് എന്നാണ്. ചാവക്കാട്ടിന്റെ തീരം, ചാവക്കാട്ടെ കടല് നമ്മളെ കയ്യിലായിരിക്കില്ല. ആ കടലിലേക്ക് മത്സ്യത്തൊഴിലാളിക്ക് പ്രവേശനമില്ല. ആ കടല് നോക്കി നിൽക്കാൻ ഒരു ചാവക്കാട്ടുകാരനും കടൽ തീരത്തേക്ക് പോകാൻ കഴിയാത്ത വിധം അത് വിദേശ കുത്തകയുടെ കയ്യിലേക്ക് പോകുകയാണ്. 50 വർഷം. ആ 50 വർഷം കൊണ്ട് അവരതിനെ സമ്പൂർണമായി ഇല്ലാതാക്കും. കേരളത്തിലെ തീരദേശ മേഖലയെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി തന്നെയാണ് ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന മാരകമായ വാതകം ഉൾപ്പെടെ പ്രത്യേകമായി ഉൽപ്പാദിപ്പിക്കപ്പെടുമത്രേ. കേരളത്തിലെ ഇന്ത്യയിലെ ആണവ നിലയങ്ങളെ കുറിച്ച് പഠിച്ച വിദഗ്ധരായ സയന്റിസ്റ്റുകൾ പറയാണ് ഇത്
ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചുകൂടി സംസാരിക്കുകയാണ്. ഇങ്ങനെ അപകടകരമായ ഒരു പ്രവണതയിലേക്കാണ് നമ്മുടെ തീരദേശ മേഖലകളെ മുതൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. എന്തുകൊണ്ട് ഇത് കൊല്ലത്ത് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ, കൊല്ലം പരപ്പ് എന്ന് പറയുന്ന അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖല. അതിനെ തകർക്കാനാണ് ആദ്യം ഈ കുത്തകകൾക്ക് താല്പര്യം. അങ്ങനെ കേരളത്തിലെ തൊഴിൽ അവസാനിച്ചാൽ അവർക്ക് തൊഴിലുണ്ടാകില്ല. പിന്നെ നമുക്ക് മീൻ കൂട്ടി ശീലിച്ച മത്സ്യം ഭക്ഷണത്തിന്റെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ മലയാളികളുടെ മീൻ വിദേശത്ത് നിന്ന് ഇങ്ങോട്ടിറക്കി കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു വല്ലാത്ത ലാഭക്കൊതിയാണ് ഇതിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികള് തൊഴിലില്ലാതെ പുറത്താക്കപ്പെടും. മത്സ്യം നമ്മൾ കഴിക്കണമെങ്കിൽ ഇപ്പം തന്നെ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആസിയാൻ കരാറിന്റെയും മറ്റുമൊക്കെ ഭാഗമായിട്ട് മീൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ അപകടകരമായ രീതിയിലേക്ക് നമ്മുടെ കടൽ തീരം എത്താൻ വേണ്ടി പോകുകയാണ്. എല്ലാം അദാനിക്ക് വേണ്ടിയാണ്, അംബാനിക്ക് വേണ്ടിയാണ്. സാധാരണ അതിർത്തി മേഖലയിൽ നിന്ന് 10-20 കിലോമീറ്ററോളം ഒരു കമ്പനിക്കും ലൈസൻസ് കിട്ടില്ല. പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ BJP-ക്കാർ വോട്ട് പിടിക്കുക. പാകിസ്ഥാനെ കുറിച്ച് വിദേശ വർത്തമാനം പറയും. പക്ഷേ ഇപ്പോൾ അദാനിക്ക് വേണ്ടി ഈ അതിർത്തി നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവിടെ കച്ച് മേഖലയിലൊക്കെ കമ്പനി തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സമ്പൂർണമായി അദാനിക്കും അംബാനിക്കും അടിയറ വെക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊടുവിൽ ബാക്കിയുണ്ടായിരുന്ന തീരവും കടലും അവർക്ക് വേണ്ടി പതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെൽഫെയർ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചാലും, അങ്ങനെ കുറെ കാലമായി തീരുമാനിക്കാൻ തുടങ്ങിയിട്ട്, പൗരത്വ നിയമ ഭേദഗതി അവർ പാസാക്കി, അത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് ഇന്ത്യ രാജ്യം പ്രഖ്യാപിച്ചപ്പോൾ അതുമായി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അമിത്ഷാ. നിങ്ങൾ എത്ര കാലം അതുകൊണ്ട് കാത്തിരുന്നാലും ഈ നാട് ഇന്ത്യയിലെ പൗരസമൂഹത്തെ ചേർത്തുപിടിക്കും, ഒരുത്തരെയും പുറത്താക്കാൻ സമ്മതിക്കില്ല എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ വിദേശ സ്വദേശ കപ്പലുകൾ ഈ മണൽ ഖനനത്തിന് വേണ്ടി മങ്കൂരമിട്ട് ഖനനം തുടങ്ങിയാൽ അത് തകർക്കുന്ന സമരം കേരളത്തിൽ ഇന്ത്യ രാജ്യത്തും ഏറ്റെടുക്കാൻ മത്സ്യത്തൊഴിലാളികളും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് BJP-ന്റെ വാക്ക് വിശ്വസിച്ചിട്ട് കപ്പലും കൊണ്ട് വന്നാൽ കടലിൽ മുക്കിക്കളയും എന്നു തന്നെയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ചാവക്കാട്ടേക്ക് നിങ്ങൾ വന്നാൽ ചാവക്കാട്ടുകാരുടെ ശക്തി കടലിൽ വന്ന് കാണിച്ചു തരാൻ ഉണ്ടാകും ഞങ്ങൾ എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇല്ലെങ്കിൽ നമ്മളെ കടലിന്റെ തീരവും നമ്മൾ ഉണ്ടാകില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റിനോട് മാന്യമായ ഭാഷയിൽ പറയാനുള്ളത്. അതൊന്നും അവർക്ക് മനസ്സിലാകില്ല എന്ന് നമുക്കറിയാം. നിങ്ങളെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് വരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി വെൽഫെയർ പാർട്ടി ഉണ്ടാകും. ഇവിടെ തീരദേശ മേഖലയിൽ ഹർത്താൽ 27-ാം തീയതി നടക്കുകയാണോ? വെൽഫെയർ പാർട്ടി സമ്പൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതേപോലെ തന്നെ പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെ വ്യത്യസ്ത സമരങ്ങൾ വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകളും മറ്റും നേതൃത്വം കൊടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടി പോകുകയാണ്. അതിലെല്ലാം കരുത്തു പകർന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി കൂടെ ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുവാനും ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. കൂട്ടത്തിൽ 2 കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ വിചാരിക്കുക, ഈ കേന്ദ്ര ഗവൺമെന്റ് മാത്രമാണ് തീരത്തെ ഇല്ലാതാക്കുന്നവർ എന്ന് നമ്മൾ ധരിക്കും. ഇപ്പൊ ഇവര് കാണിക്കുന്ന മുഴുവൻ ആത്മാർത്ഥതയും തീരദേശ മേഖലയിലെ 2 വിഷയങ്ങളോട്
കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഫിഷറീസ് മന്ത്രി പറഞ്ഞ അതേ കണക്ക് ഞങ്ങൾ കുറെ കാലമായി പറയാൻ തുടങ്ങിയിട്ട് അത് കരിമണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെയും അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. തോട്ടപ്പള്ളിയിലെ ആറാട്ടുപുഴയിലെ ആ മേഖലയിലെ കരിമണൽ ഖനനത്തിന്റെ കണക്കും ഇത് തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ 800 മത്സ്യ കുഞ്ഞുങ്ങളാണ് അവിടെ ഇല്ലാതാകുന്നത്. മത്സ്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച 500-ലധികം ജൈവ വൈവിധ്യങ്ങളാണ് ഇല്ലാതാകാൻ പോകുന്നത്. അതവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശശിധരൻ കർത്തയുടേതാണ് കമ്പനി. ശശിധരൻ കർത്ത ആരാന്ന് നിങ്ങൾക്കറിയോ? കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് ഔദാര്യപൂർവം കോടിക്കണക്കിന് രൂപ മാസാമാസം അയച്ചു കൊടുക്കുന്ന ഉദാരമതിയാണ് ശശിധരൻ കർത്ത. എന്തിനാന്ന് ചോദിക്കാൻ സഖാക്കൊന്നും ധൈര്യമില്ല. ഇപ്പോ എല്ലാ ജില്ലയിലും പാർട്ടി സമ്മേളനമൊക്കെ നടന്നു. പണ്ട് കാലത്ത് സഖാക്കളൊക്കെ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ആകെ ചർച്ച വെൽഫെയർ പാർട്ടിയെ കുറിച്ചാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണച്ചു കഴിഞ്ഞു. അതിന്റെ പേരിൽ കേരളത്തിൽ അവർക്ക് വലിയ വിജയമുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ എത്ര ചർച്ച ചെയ്താലും വെൽഫെയർ പാർട്ടി അത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സാന്ദർഭികമായി പറയട്ടെ, ഈ ചാവക്കാട് ഉൾപ്പെടുന്ന തൃശ്ശൂർ മണ്ഡലം BJP ജയിച്ചു. അപ്പൊ ചാവക്കാട്ടുകാർക്ക് സുരേഷ് ഗോപിന്റെ സമ്മാനം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കടൽ മുഴുവൻ ഖനനം ചെയ്തെടുക്കാൻ അദാനിയുടെ കപ്പൽ, അംബാനിയുടെ കപ്പൽ, വിദേശ സ്വദേശ കുത്തകകളുടെ കപ്പലുകൾ ഇതാ ചാവക്കാട്ട തീരദേശത്തേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. ആ സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, ഇത് സിനിമയല്ല, ജീവിതമാണ്, നേർക്കുനേരെയുള്ള പോരാട്ടമാണ്. നിങ്ങളുടെ ആ കപ്പലും കൊണ്ട് വന്നാൽ വാലും ചുരുട്ടി ഓടേണ്ടി വരും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അങ്ങനെ അവര് സമ്മാനം കൊടുക്കുക. തീരദേശത്തൊക്കെ വലിയ വർത്തമാനം പറഞ്ഞിട്ട് വോട്ട് നേടിയവർ തീരദേശത്തിന് കൊടുക്കുന്ന സമ്മാനമാണിത്. അഥവാ അവരുടെ മുമ്പിൽ ജനങ്ങളില്ല, അവരുടെ മുമ്പിൽ മത്സ്യത്തൊഴിലാളികളില്ല, അവരുടെ മുമ്പിലുള്ളത് കുത്തകകളും അവരുടെ വംശീയ താല്പര്യങ്ങളും മാത്രമാണ്. അതിനുവേണ്ടി ഏത് നീച പ്രവർത്തനവും ഏറ്റെടുക്കും. അതാണ് സുരേഷ് ഗോപിയുടെ പാർട്ടി, ആ ഗവൺമെന്റ് ഈ തീരദേശത്തോട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറയുന്നത് ഇതേ പണിയാണ് കരിമണൽ ഖനനത്തിലൂടെ ശശിധരൻ കർത്തയുടെ കമ്പനിയും മറ്റു ചില കമ്പനികളും ആലപ്പുഴയുടെ തീരദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തേ പിണറായി വിജയൻ അതിനെതിരെ നിലപാട് സ്വീകരിക്കാത്തത്? ഞങ്ങൾ കടൽ മണൽ ഖനനം ചെയ്യുന്നത് പോലെ തന്നെ എതിരാണ് കരിമണൽ ഖനനത്തിനും. രണ്ടും പാരിസ്ഥിതിക പ്രശ്നമാണ് ഉന്നയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിക്കപ്പെടുന്ന പ്രശ്നമാണ്. പക്ഷേ കരിമണൽ ഖനനത്തെ കുറിച്ച് CPM സംസാരിക്കില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, കോടികള് സ്വന്തം മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന കമ്പനിയെ കുറിച്ച് സംസാരിച്ചാൽ ലോക്കൽ കമ്മിറ്റിയിലെ ബാക്ക് ബെഞ്ചിലെ സീറ്റിൽ പോലും ഒരു സഖാവിന് സ്ഥാനമുണ്ടാകില്ല എന്നറിയാവുന്നത് കൊണ്ട് അവരിത് പറയില്ല. ഞാൻ വെറുതെ പറയല്ല. വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ അവിടെ സമരം നടത്തുന്നുണ്ട്. ആ സമരത്തിൽ പ്രിയപ്പെട്ട സഖാവ് സജീവൻ വരാറുണ്ടായിരുന്നു. ആ സമരം നടക്കുന്ന പന്തലിന് സമീപമുള്ള പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കൂടെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഒരു 1.5 കൊല്ലമായിട്ട് അദ്ദേഹത്തെ കാണാനില്ല. ഈ അടുത്ത് ഞാൻ അവിടെ പോയപ്പോൾ സമര സുഹൃത്തുക്കൾ പറയുകയാണ്, അദ്ദേഹം CPM-ന്റെ ബ്രാഞ്ച് ലീഡറായിരിക്കെ തന്നെ കരിമണൽ ഖനനത്തിനെതിരായ സമരത്തിൽ നിരന്തരം പങ്കെടുക്കാറുണ്ടായിരുന്നു. ആ സഖാവിനെ 1.5 വർഷമായി കാണാനില്ല. ആരാണ് കൊണ്ടുപോയതോ എന്ന് ചോദിക്കാൻ CPM തയ്യാറാകുന്നുമില്ല. അവിടെ എന്താ കാര്യം ചോദിച്ചാൽ,
CPM-ലെ ഒരു പ്രാദേശിക പ്രവർത്തകൻ കരിമണൽ ഖനനത്തിനെതിരെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ തന്നെ കാണാനില്ല. ഇതൊന്നും ചോദിക്കാൻ സഖാക്കൾക്ക് ധൈര്യമില്ല. ചോദിച്ചാൽ ചോദിക്കുന്നവരെയും കാണില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ ചോദിക്കുന്ന പോരാളികൾ കേരളത്തിന്റെ തെരുവുകളിൽ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് CPM-നോട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തോട്ടപ്പള്ളിയിലെയും ആലപ്പുഴയിലെയും തീരദേശ മേഖലയെ സമ്പൂർണമായി കാർന്നു തിന്നുന്ന കരിമണൽ ഖനനവും കടൽ മണൽ ഖനനം പോലെ തന്നെ ആപൽക്കരമാണ്. അത് അവസാനിപ്പിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, മത്സ്യത്തൊഴിലാളികളോട് വല്ലാത്ത സ്നേഹമാണ് ഇപ്പോ, അല്ലെ? ആ സ്നേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ സമരത്തിലാണ്. മുതലപ്പുഴയിൽ 172 പേർ മരണപ്പെട്ട് കഴിഞ്ഞു. ആ മരണപ്പെട്ട വീടുകളിൽ പല വീട്ടിലും ഞാൻ പോയിരുന്നു. 172 പേർ മത്സ്യത്തൊഴിലാളികൾ ബോട്ടിടിച്ചും ബോട്ട് മറിഞ്ഞും മരിക്കുകയാണ്. അവര് പറയുന്നു, എങ്ങനെയാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുന്നത് എന്ന് അവര് പറയാണ്. ഇവിടെ ഗൗതം മദാനിയുടെ പോർട്ട് വന്നു. ആ പോർട്ടിന് വേണ്ടി അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന പുലിമുട്ടും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കൊണ്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് എന്ന് അവർ പറയുക. അവർക്ക് പ്രത്യേകിച്ച് സർക്കാർ പറയുന്ന നഷ്ടപരിഹാരമോ മറ്റോ ലഭിക്കാതെ ആ കുടുംബങ്ങൾ പ്രയാസത്തിലാണ്. തീരദേശവാസികളെ ചേർത്ത് പിടിച്ച് സമരം നടത്തുന്ന CPM-നോട് വിഴിഞ്ഞം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം കൂടി പരിഗണിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം ഈ സന്ദർഭത്തിൽ വെൽഫെയർ പാർട്ടി ചോദിക്കുക. എന്ന് പറഞ്ഞാൽ ഗൗതം മദാനിയുടെ പോർട്ട് വന്ന ശേഷം ആ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാടിലേക്ക് മത്സ്യത്തൊഴിലാളികൾ എത്തുകയാണ്. കടൽ മുഴുവൻ ഗൗതം മദാനി നേടിക്കഴിഞ്ഞു. ഗൗതം മദാനിയുടെ പദ്ധതികളാണ് കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടാകാൻ പോകുന്നത്. സീപോർട്ടും എയർപോർട്ടും അവരുടെ കയ്യിലാണ്. വേറെ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഗൗതം മദാനിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ നമ്പർ 1 മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനാണ് അദ്ദേഹം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എവിടുന്നാ വരുന്നത് ചോദിച്ചാൽ ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മുദ്ര പോർട്ടിൽ നിന്നാണ്. മുദ്ര പോർട്ട് ആരുടേതാണെന്ന് ചോദിച്ചാൽ ഗൗതം മദാനിയുടേതാണ്. ഈ കൊച്ചു കേരളത്തിൽ ചാവക്കാട് ഉൾപ്പെടെ കേരളത്തിന്റെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും ടൗണുകളും MDMA മുതൽ രാസമയക്കുമരുന്ന് പദാർത്ഥങ്ങളും കഞ്ചാവും മറ്റൊരുപാട് വലിയ ലഹരിയുമായി വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾ ഭയപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ടി വരുമ്പോൾ അതേ മുഴുവൻ വരുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഗുജറാത്തിൽ നിന്നാണ്. അപകടകരമായ 2 കാര്യങ്ങൾ ഗുജറാത്തിൽ നിന്ന് വരുന്നുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ വംശീയ ഭരണകൂടമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അവർ RSSന്റെ വംശീയതയാണ്. ഗുജറാത്തിൽ നിന്ന് ഇന്ത്യയിൽ കടന്നു വരുന്ന ഭീകരമായ ഒരു വിഷമെങ്കിൽ രണ്ടാമത്തത്, ഇന്ത്യയിലുടനീളം ലഹരി കടത്തിക്കൊണ്ടിരിക്കുന്നത് ഗൗതം മദാനിയും അദ്ദേഹത്തിന്റെ പോർട്ടുമാണ്. ഇതൊക്കെ വലിയ അപകടകരമായ വിഷയങ്ങൾ. ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതൊന്നും പറയാൻ ഇവിടെ ആരും തയ്യാറാവില്ല. കാരണം എല്ലാവരും ഗൗതം മദാനിയുടെ അമ്മിക്കടിയിൽ ബുദ്ധിയും വിവേകവും പണയം വെച്ച അവർ കൊടുക്കുന്ന നക്കാപ്പിച്ചകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് പറയാൻ കഴിയും, നമ്മൾ പാഠ്യപുസ്തകത്തിൽ പേര് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഒരു പറ്റുകാരന്റെയും മുമ്പിൽ കൈനീട്ടി നിൽക്കാൻ തീരുമാനിക്കാത്ത രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ശശിധരൻ കർത്തയുടെ പാഠ്യപുസ്തകത്തിൽ പേര് വന്നവർ മുതൽ മകൾക്ക് കോടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശശിധരൻ കർത്തമാരുടെ മുമ്പിൽ വിനീതദാസന്മാരായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ നാടിന്റെ പ്രശ്നങ്ങളെ കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് തീരദേശ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഈ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നാട്ടിനെ രക്ഷിക്കാനുള്ള ഒരു പുതിയ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പുമായി മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും വെൽഫെയർ പാർട്ടി കേരളത്തിന്റെ കടൽ
മണൽ ഖനനത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഔപചാരികമായ തുടക്കമാണ് ഇന്ന് ബീച്ചിൽ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് നിരവധി ആളുകളുടെ പദയാത്രയായി ഇവിടെ വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭ സംഗമം. ഇതൊരു തുടക്കമാണ്. നമ്മൾ ഒരുമിച്ചും അതേപോലെ തന്നെ ഇവിടത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നിരവധിയായ സാമൂഹിക സമര കൂട്ടായ്മകളോട് പങ്കുചേർന്നും വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇത് ഈ നാടിന് വേണ്ടിയുള്ള പ്രക്ഷോഭമാണ്. ഇതിന്റെ വിജയകരമായ പരിസമാപ്തി വരെ നിങ്ങളെല്ലാവരും കൂടെയുണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചാവക്കാട് ഈ സമ്മേളനം വെക്കാനുള്ള പ്രത്യേകമായ കാരണം ചാവക്കാടിനെ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ്. നമ്മുടെ തീരദേശ മേഖലയും നമ്മുടെ മത്സ്യത്തൊഴിലാളികളും ഒക്കെ നിലനിൽക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ആ ഗൗരവത്തിൽ ഈ നാട് ഈ പ്രക്ഷോഭത്തെ ഏറ്റെടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം നടന്ന ഈ വലിയ പ്രക്ഷോഭ പദയാത്രയിൽ അണിചേർന്ന പ്രിയപ്പെട്ട മാഗ്ലിൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.